ഭാഷകളുടെ അതിർവരമ്പുകളില്ലാതെ കലയും രാഷ്ട്രീയവും സാഹിത്യവും ചർച്ചയാകുന്ന 13ാമത് സംബോധോത്സവം ചെങ്ങന്നൂരിൽ പുരോഗമിക്കുന്നു. പീപ്പിൾസ് ഫോർ പെർഫോമിംഗ് ആർട്സ് ആൻഡ് മോർ ഫോക്ലോർ അക്കാദമിയുമായി ചേർന്നാണ് പരിപാടി നടത്തുക. ಪ್ರಭಾವಿತರಾಗಿದ್ದಿರಂತೆ ನೀವು ನಾಟಕದಿಂದ. ಹಾಗಿದ್ದರೆ ಗೊತ್ತಿದೆಯಲ್ಲ ನಿಮಗೂ, ಸತ್ಯ ಹೇಳಿ ಸರಿದಿದ್ದ ಗೂಡಿನಿಂದ. ಕೆಲವರ ಬಾಯಲ್ಲಿ വിവിധ ഭാഷക്കാരായ 40ഓളം സാഹിത്യകാരന്മാരാണ് 13ാമത് സംബോധോത്സവത്തിൽ ഭാഷകളുടെ അതിർവരമ്പുകളില്ലാതെ സംവദിക്കുന്നത്. വിവാദങ്ങൾ മാറ്റി നിർത്തി സംവാദങ്ങൾക്ക് കൂടുതൽ പരിഗണന കൊടുത്താണ് സംവാദോത്സവം സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടക സമിതി അംഗമായ PC വിഷ്ണുദാസ് MLA പറഞ്ഞു. ആക്ച്വലി ഇതൊരു ഫെസ്റ്റിവൽ ഓഫ് ഡയലോഗാണ്. ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്നും മനഃപൂർവ്വം പറയാത്തതാണ്. കാരണം സാഹിത്യോത്സവത്തിനപ്പുറത്ത് ഇതൊരു സംവാദോത്സവമാണ്, സംഭാഷണങ്ങളുടെ ഉത്സവമാണ്. വ്യത്യസ്തങ്ങളായ ധാരകളുടെ ആശയ സംവാദങ്ങൾ നടക്കുന്ന ഒരു വേദിയാണ്. അത് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതിൽ സംതൃപ്തിയാണ്. പോപ്പുലർ കൾച്ചർ എന്ന വിഷയത്തെ പ്രമേയമാക്കിയാണ് ഈ വർഷത്തെ സംവാദോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും PC വിഷ്ണുനാഥ് MLA പറഞ്ഞു. വിവിധ ഭാഷകളിലുള്ള കഥകളും കവിതകളും സാഹിത്യ രാഷ്ട്രീയ ചർച്ചകളും കൊണ്ട് 2ാം ദിനത്തിലും സംവാദോത്സവം സജീവമാണ്. തെയ്യം തുടങ്ങിയ കലാരൂപങ്ങളും സംവാദോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. വിവിധ ഭാഷകൾ സംസാരിക്കുന്ന സാഹിത്യകാരന്മാർക്ക് സംവദിക്കുന്നതിനും സഹവസിക്കുന്നതിനും ആശയങ്ങൾ കൈമാറുന്നതിനും ഫെസ്റ്റിവൽ ഓഫ് ഡയലോഗ് 2025 കഴിഞ്ഞതായി പ്രശസ്ത കവി K രാജഗോപാൽ പറഞ്ഞു. ഭിന്നസ്വരങ്ങൾ ഏകഭാവന എന്നുള്ളതായിരുന്നു നമ്മുടെ അന്നത്തെ അപ്പോൾ അതിലേക്ക് കൊണ്ടുവരിക, ഡൈവേഴ്സ് വോയിസസ്, യൂണിവേഴ്സൽ സെൻസിബിലിറ്റി, അതായിരുന്നു നമ്മുടെ അന്നത്തെ മുദ്രാവാക്യം. ഈ 13 എഡിഷൻ പിന്നിടുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത, മറ്റ് സാഹിത്യോത്സവങ്ങളെ അപേക്ഷിച്ച് കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ കൂടുതലായും ഈ സെഷൻസ് മാത്രമല്ല, നമ്മളൊരു 10-30 ആൾക്കാർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വടക്ക് മുതൽ തെക്ക് മുതൽ വരുന്നു. അവരിവരോട് ഒപ്പം, വെളിയിൽ നിന്ന് വരുന്ന എഴുത്തുകാരോടൊപ്പം സഹവസിക്കുന്നു, സംവദിക്കുന്നു എന്ന് മാത്രമല്ല സഹവസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിലൂടെ കിട്ടുന്ന ആ ഒരു വൈബ്, അവർക്ക് കിട്ടുന്ന ഒരു വൈബ്. കഴിഞ്ഞ 13 വർഷങ്ങളായി ജൂലൈ മാസം 24, 25, 26 തീയതികളിൽ മാറ്റമില്ലാതെ നടക്കുന്ന സാഹിത്യോത്സവം എന്ന നിലയിലും ഫെസ്റ്റിവൽ ഓഫ് ഡയലോഗ്സ് ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക്, പത്തനംതിട്ട.